18 വർഷം മുമ്പ് നടന്ന ലോക്കപ്പ് മർദ്ദനത്തിന് ഡിവൈഎസ്പിക്ക് 1 മാസത്തെ തടവും 1000 രൂപ പിഴയും വിധിച്ച കോടതി. നിലവിലെ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനെയാണ് ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. 2006-ൽ മധുബാബു SI ആയിരിക്കെയാണ് സിദ്ധാർത്ഥ് എന്ന വ്യക്തിയെ മർദ്ദിച്ചത്. 2006 ഓഗസ്റ്റ് 4-നാണ് സംഭവങ്ങളുടെ തുടക്കം. വീടിന് പരിസരത്തെ ചകിരി മില്ലിൽ നിന്നുള്ള മലിനീകരണത്തിനെതിരെ പള്ളിപ്പുറം സ്വദേശി സിദ്ധാർത്ഥൻ പ്രതിഷേധിച്ചു. ഇതിന് പ്രതികാരമായി ചകിരി മില്ലുടമയും സുഹൃത്തുക്കളും ചേർന്ന സിദ്ധാർത്ഥനെ വീട്ടിലെത്തി മർദ്ദിച്ചു. ഇതിനു പിന്നാലെയാണ് അന്ന് ചേർത്തല SI ആയിരുന്ന മധുബാബു എത്തുന്നത്. അന്ന് നടന്നത് ഇന്നലെ പോലെ സിദ്ധാർത്ഥൻ ഇന്നും ഓർമ്മയുണ്ട്. പിടിച്ചിട്ട് പോകുന്ന ഒരു മലിനീകരണത്തെ സംബന്ധിച്ചുള്ള മില്ലുടമയും ഞാനും തമ്മിൽ നമ്മുടെ കേന്ദ്ര വസ്തു വായിച്ചായിരുന്നു അതിനകത്ത് കൊടുത്തിട്ട് മലിനീകരണത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അതിനെതിരെ സബ് കോടതി, മുനിസിപ്പൽ കോടതി, ഹൈക്കോടതി, ഓംബുഡ്സ്മാൻ കോടതി ഒക്കെ ഉള്ള കേസുകൾ നിലനിൽപ്പുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനൊരു ആലോചന ഇവർ ചെയ്തുകൊണ്ട് എൻ്റെ വീട് മുറ്റത്ത് വന്ന് ആക്രമണം നടത്തുകയായിരുന്നു. ആളുകളെ കൊണ്ട് മില്ലുടമ കൊണ്ടുവയ്ക്കൽ. അപ്പോഴത്തേക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മധുബാബു പിന്നെ മറ്റേ പോലീസ് ജീപ്പ് വന്ന് എന്നെ ബലമായി ഇവരുടെ ആൾക്കൂട്ടത്തിൽ നിന്ന് വൻ സന്നാഹം ഉണ്ടായിരുന്നു. ഞാൻ കരം കൊടുക്കുന്ന ഭൂമി എൻ്റെ വേലിക്കകത്തോട്ടാണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ അമ്മ മരിക്കാറായി കിടക്കുന്നത്, 96 വയസ്സുണ്ട്. അവിടെ നിന്നാണ് എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നത്. 2007 മുതൽ സിദ്ധാർത്ഥൻ നിയമപോരാട്ടം ആരംഭിച്ചു. മധുബാബുവിനെ കൂടാതെ നിലവിൽ സർവീസിൽ നിന്നും വിരമിച്ച ASI മോഹനനെയും ചേർത്താണ് പരാതി നൽകിയത്. ചേർത്തല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളിൽ മധുബാബുവിനായി മുൻ ഡിവൈഎസ്പിമാരടക്കം 36 സാക്ഷികൾ ഹാജരായി. സിദ്ധാർത്ഥനു വേണ്ടി ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ 4 ഡോക്ടർമാരടക്കം 7ഓളം പേരെ വിസ്തരിച്ചു. ഇതിനിടയിൽ വിധി തടയാൻ മധുബാബു ഹൈക്കോടതിയെ സമീപിച്ചതോടെ വിധി പറയുന്നത് നീണ്ടു. ഒടുവിൽ 18 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിധിയെത്തി. മധുബാബുവിനും മോഹനനും 1 മാസം തടവും 1000 രൂപ വീതം പിഴയും. അപ്പീൽ നൽകിയ ഡിവൈഎസ്പി മധുബാബു ജാമ്യം നേടി. 18 വർഷത്തെ നിയമ പോരാട്ടത്തിൽ തന്റെ പരാതി ശരിയെന്ന് കോടതി അംഗീകരിച്ചതിന്റെ സംതൃപ്തിയിലാണ് സിദ്ധാർത്ഥൻ. ന്യൂസ് മലയാളം, ആലപ്പുഴ.